Hello friends, welcome to Naughty Knitters with me Ansha. ഇന്നൊരു ഹെയർ ബോ മേക്കിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതും നമ്മളുടെ ക്രിക്കറ്റ് മെഷീൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ സ്പേസിലേക്ക് നമുക്ക് ഹെയർ ബോന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കാം. ഈ ഒരു 3 ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മേക്ക് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. പിന്നീട് വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ബേസ് മെറ്റീരിയൽ സെറ്റ് ചെയ്യണം. ഞാനിവിടെ ഹെയർ ബോ മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫെൽറ്റ് സമ്മർ സ്കൈ സാമ്പിളറാണ്. അതുകൊണ്ട് തന്നെ ഓൾ മെറ്റീരിയൽസിൽ മെറ്റീരിയൽ സെർച്ച് ചെയ്തിട്ട് അത് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ മെറ്റീരിയൽ മെഷീനിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് കേട്ടോ ഫെൽറ്റ് സമ്മർ സ്കൈൻ്റെ ഷീറ്റ് വരുന്നത്. 12x12 സൈസിലാണ് ഒക്കെ ഉള്ളത്. ഇതിലെല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള കളറാണ് കേട്ടോ. അത് നമ്മളുടെ ഷീറ്റിലോട്ടേക്ക് വെച്ചിട്ട് മെഷീനിൽ കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോ പീസസും സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അതിനുശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവി ബോണ്ടാണ് കേട്ടോ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈയൊക്കെ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഫെവി ബോണ്ട് ഒട്ടിയിട്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ബാൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പഴയ ഒരു ഹെയർ ബാൻഡിൻ്റെ ബാൻഡാണ് കേട്ടോ. നിങ്ങൾക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ ഇലാസ്റ്റിക് എടുത്താലും മതി. ഇതും ഇതുപോലെ ഫെവി ബോണ്ട് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഡിസൈൻ സ്പേസിൽ ഇമേജ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലവേഴ്സ് എന്ന് സെർച്ച് ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഫ്ലവർ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്ത് 2 ആക്കിയിട്ടുണ്ട്. വളരെ ചെറിയ സൈസിലോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. കാരണം നമ്മുടെ ബോനേക്കാളും ചെറുതായിരിക്കണം ഫ്ലവർ വരുന്നത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്യുന്നത് എവരിഡേ അയൺ ഓണിലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മിറർ ഓൺ ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യാം. ഇവിടെ ഗ്ലിറ്റർ അയൺ ഓൺ ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈസി പ്രസ് മിനി ഞാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ 2 ഫ്ലവേഴ്സും കൂടി വീഡ് ചെയ്തിട്ട് ഈ ബോളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്കിതൊന്ന് അയൺ ഓൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. ഈ ഒരു ബോ മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി അറിയിച്ചാൽ മതി. ഞാനതിന് ആൻസർ ചെയ്യാം ഇൻഷാ അല്ലാ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.